കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ രുചികരമായ കാന്താരി ചിക്കൻ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉള്ള ചേരുവകൾ, എളുപ്പത്തിൽ വീട്ടിൽ കിട്ടാവുന്ന ചേരുവകൾ വെച്ച് എങ്ങനെ തവയിൽ ഉണ്ടാക്കാം. എണ്ണയും വളരെ കുറച്ച് മതി. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു 8 വെളുത്തുള്ളി കാണും. 8 വെളുത്തുള്ളി ഇത് ഞാൻ ചതച്ച് വെച്ചതുള്ളതുകൊണ്ട് അതിടുവാണ്, അല്ലെങ്കിൽ ചതയ്ക്കാതെ ഇട്ടാൽ മതി. ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. കുറച്ച് കുരുമുളക്, ഇതൊരു 1/2 ടീസ്പൂണേ കാണുള്ളൂ കേട്ടോ, ഒരു മണത്തിന് വേണ്ടി മാത്രം. ഇത്രയും കാന്താരി, ഇതൊരു 1.5 ടേബിൾ സ്പൂൺ കാണും. ഇത് കാന്താരി ഇത്രയുണ്ടെന്ന് വെച്ചാൽ എരിവൊന്നും കൂടുകയില്ല, കറക്റ്റായിരിക്കും. പിന്നെ ഒരു 1/2 സവോള, പകുതി മീഡിയത്തിൻ്റെ ഒരു 1/2 സവോള, കുറച്ച് പുതിനയില ഇത്ര മതി കേട്ടോ. പിന്നെ മല്ലിയില ഒരു 4 കഷ്ണം ഉണ്ടായിരുന്നു, അത്യാവശ്യം വലിയ കഷ്ണം. ഒരു തണ്ട് കറിവേപ്പില അത് ഇട്ടു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ വേണ്ട, ഒരു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, അതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അല്പം വിനാഗിരി, ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞത്, അതാണ് നല്ലത്. ഞാൻ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി വിനാഗിരി ചേർക്കുവാണ്. ഒരു ടേബിൾ സ്പൂൺ വേണം വിനാഗിരി. പിന്നെ കുറച്ച് തൈര്, അതും ഒരു ടേബിൾ സ്പൂൺ തൈരുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്, അതും ചേർത്തു. പാകത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ചേർത്താം, തികയില്ലെങ്കിൽ. ഞാനിത് എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് കേട്ടോ. ഇതിന് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴുകി വാരി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ. ഇത് എല്ലോട് കൂടിയാണേലും ഇല്ലേലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും. ഇത് കറിക്ക് നമ്മൾ മേടിക്കുന്ന അതേ പീസാണ്. ഇങ്ങനെ കട്ടിയുള്ള പീസാണെങ്കിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ അകത്തോട്ടെല്ലാം പിടിച്ചോളും. ഇത് ചെറിയ പീസായതുകൊണ്ട് ഞാൻ അധികം വരഞ്ഞിട്ടില്ല. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് നല്ലവണ്ണം തിരുമ്മി നമുക്കൊരു മണിക്കൂറെങ്കിലും വെക്കണം ഫ്രിഡ്ജിൽ. എത്രയും വെച്ചാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഈ അരച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി വെച്ച് തേക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇതിനി നമുക്കങ്ങ് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഫ്രിഡ്ജിൽ വെക്കാം 1 മണിക്കൂർ. ഇപ്പം നമ്മൾ 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ചിക്കനാണ്, തിരുമ്പി വെച്ചിരുന്ന ചിക്കനാണ് എടുത്തിട്ട്. ഇത് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിരുന്നു. എന്ന് വെച്ചാൽ ആദ്യം 1/2 ടീസ്പൂണല്ലേ ചേർത്ത്, അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 1 ടീസ്പൂണുണ്ട്, കുറച്ച് കുറവായിരുന്നു ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വറക്കെടുക്കുമ്പോഴത്തേക്ക് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടീസ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വറക്കുമ്പോൾ മസാല വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂണോളം എണ്ണ മതി കേട്ടോ, ഒഴിച്ചു കൊടുക്കുക. ഇപ്പം തവ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലാക്കാം. ആക്കി വെച്ച് ചിക്കൻ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കാം.
ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച്. ഒരു 3 മിനിറ്റ് ആയേ പുറം ഇങ്ങനെ അതിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന വരെ ഇടാം. 1 മിനിറ്റ് കൂടി ഇടാം. നോക്കാമേ ഒരു കോട്ടിങ് ആയോ എന്ന് പുറത്ത്. ഈ പാകം ഇത് വരുമ്പം നമുക്കിതൊന്ന് മറിച്ചിടാതെ. ഇത് ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. നോക്കാം ഇങ്ങനെയായി. നമുക്കിത് മറിച്ചിടാം. മറിച്ച് ഒന്നും കൂടി ഇട്ടേച്ച് മൂടി വെച്ച് കഴിക്കണം. ഇനി നമുക്കിത് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഒരു സിമ്മിലിട്ടാൽ മതി. സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ടേ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേനെ. വീണ്ടും 5 മിനിറ്റ് ചെറുതീയിൽ. ഇത് വെന്ത് കിട്ടാൻ വേണ്ടി, ആകമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നത്. മിനിറ്റ് ആയിട്ടുണ്ട്. എപ്പോൾ അത് വെന്ത് കാണും. ചിക്കനിപ്പോൾ എന്തായാലും അകത്ത് വെന്ത്. ഇനി നമുക്കൊന്ന് അതിനെ ഡ്രൈ ആക്കി എടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ വേറെ എണ്ണയൊന്നും ചേർത്തില്ല കേട്ടോ. ആദ്യം ആ ചേർത്ത 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതെല്ലാം ചെറു തീ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഈ വെളുത്തിരിക്കുന്ന ഭാഗമൊക്കെ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് അതൊക്കെ ഒന്ന് റോസ്റ്റ് പോലെയാക്കിയെടുക്കാം. ഏകദേശം ആയി കേട്ടോ. ഇനി ഒരു 2 മിനിറ്റും കൂടെ കിടന്നാൽ ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകും. നമ്മുടെ കാന്താരി ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു.